ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി എങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റുന്നത്? നിയമത്തിന്റെ മുൻപിൽ നിങ്ങൾ അവനെ കള്ളനാക്കിയില്ലേ? ഇനി അത് അവനല്ല എടുത്തതെന്ന് പറഞ്ഞാലും ആരെങ്കിലും വിശ്വസിക്കോ? ഞാനാ കണ്ടുപിടിച്ചേ. ഇത് ഞാനാ കണ്ടെത്തിയേ. ഈ സൗണ്ട് കാരണല്ലേ അവരെ കൊണ്ടുപോയേ. കൊടുക്ക് എന്നിട്ടേ എന്റെ മോനെ വിട്ടിടാൻ പറ. അച്ഛാ, ഇതെങ്ങനെയാ ഇവിടെ? ഞാൻ കണ്ടതാ. ഞാനാ ഇതെടുത്ത് ഇതിനകത്ത് വെച്ചതേ. ഞാൻ തന്നെ അടുത്ത് വെച്ചേ. അവൻ വരുമ്പോ കൊടുക്കാന്ന് പറഞ്ഞേ ഞാനാ അതെടുത്ത് ഓട്ടോ ഇവിടെ കൊണ്ടുവച്ച് ഞാനാ. പക്ഷേ മറന്നുപോയി. അച്ഛനെ എന്നാ വിട്ടോ? അച്ഛാ, വണ്ടിയുടെ കീ അതിലുണ്ട്. അതൊക്കെ ഞാൻ എടുത്ത് വെച്ചോടാ, നീ പോയിട്ട് വാ. അല്ല, കീ എടുക്കാൻ പറഞ്ഞിട്ട് അത് എടുത്തില്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെ ഇതിനകത്ത് സ്വന്തം മോനെ കൊലയ്ക്ക് കൊടുത്തല്ലേ നിങ്ങള്? ഇത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചത് ആരോടെങ്കിലും അപ്പൊ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? ഇനി എങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റുന്നത്? നിയമത്തിന്റെ മുൻപിൽ നിങ്ങൾ അവനെ കള്ളനാക്കിയില്ലേ? ഇനി അത് അവനല്ല എടുത്തതെന്ന് പറഞ്ഞാലും ആരെങ്കിലും വിശ്വസിക്കോ? എന്റെ ഭഗവാനെ, ഇനി ഞാൻ എങ്ങനെ എന്റെ കൊച്ചിനെ രക്ഷപ്പെടുത്തും? ഇനി ഒട്ടും വൈകണ്ട. ഈ സ്വർണം നമുക്ക് കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊടുക്കാം.
പറ്റിയ അബദ്ധം അങ്ങോട്ട് പറയണം. എന്നിട്ട് നമുക്ക് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാം. സത്യമേ നിക്ക്. ഈ സ്വർണം ഇപ്പൊ സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കണ്ട. അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോ വിഷ്ണു ജയിലിൽ കിടക്കട്ടെ എന്നാണോ നീ പറയുന്നത്? അതല്ല, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇപ്പൊ ഇത് ഏൽപ്പിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പൊ ചന്ദ്രബോസ് എങ്ങനെയൊക്കെ വിഷ്ണുവേട്ടനെ കേസിൽ പെടുത്താമെന്ന് ആലോചിച്ച് നടക്കുന്ന സമയ. ഇപ്പൊ ഈ സ്വർണവും കൊണ്ട് നമ്മൾ ചെന്ന ഇതെല്ലാം വിഷ്ണുവേട്ടനെതിരെയുള്ള തെളിവുകളാക്കി ചന്ദ്രബോസ് മാറ്റും. പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങുന്നുള്ള അവസ്ഥ എങ്ങനെ നിൽക്കുമ്പോ. നിങ്ങൾക്കിപ്പൊ തൃപ്തിയായോ? എന്റെ കുഞ്ഞിപ്പോ ചെയ്യാത്ത കുറ്റത്തിനകത്ത് കിടക്ക. ഓ, നിങ്ങൾക്ക് നിങ്ങളുടെ മറുപടി കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാ മതിയല്ലോ. അനുഭവിക്കുന്നത് ഞങ്ങൾ മറ്റുള്ളവരാണല്ലോ. സത്യമേ, അച്ഛനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. ഇതിപ്പം സംഭവിച്ചു പോയി. ഇനി ഇതിന്ന് വലിയ പരുക്കുകളൊന്നും ഇല്ലാതെ നമ്മളെ തന്നെ നമ്മൾ രക്ഷിക്കുക ചെയ്യേണ്ടത്. എങ്ങനെ? അതും കൂടി ഒന്ന് പറഞ്ഞതാ. ഈ സ്വർണത്തിന്റെ പേരിൽ ഒരു കുടുംബം അവിടെ കണ്ണീരും കൈവായിട്ട് ഈശ്വരനെ വിളിച്ചുകൊണ്ടിരിക്കുക. ആ കൊച്ചിന്റെ കല്യാണമാ. ഒരു വട്ടം അത് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇനിയും ശ്രമിക്കില്ലെന്ന് എന്താ ഉറപ്പ്? കാരണം നമ്മുടെ നാട്ടുകാരാ. എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കാന്ന് പറയാനും പറ്റില്ല. ഇനി ആ കുടുംബത്തിന്റെ ശാപം കൂടി ഈ കുടുംബത്തിലോട്ട് വന്നു കയറിയ പിന്നെ എല്ലാം തികഞ്ഞു. പിന്നെ എല്ലാവരും കൂടി കൂട്ടത്തോടെ അങ്ങ് ആത്മഹത്യ ചെയ്താ മതി. രാഘവേട്ട, നിങ്ങളെ കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെയോ മഹാപാപങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യനാ. ഇല്ലെങ്കിലേ ഇത്രയും കഷ്ടതകൾ അനുഭവിക്കോ? ഇതെങ്ങനെയാ മനുഷ്യൻ നിങ്ങളെ കിട്ടിയത്? നിങ്ങൾ എന്തിനാ ഇത് ഒളിപ്പിച്ചു വെച്ചെന്ന്? നിങ്ങൾക്ക് ഇതിനൊന്നും ഒരു ഉത്തരം ഉണ്ടാവില്ല. അതെനിക്ക് നല്ല പോലെ അറിയാം. നിങ്ങൾക്ക് മറവിയാണല്ലോ. മറവി എന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ആരും ഒന്നും ചോദിക്കത്തില്ലല്ലോ നിങ്ങളോട്. ഈശ്വര, എന്റെ വിഷ്ണു, അവൻ ഞാൻ എന്തോ ചെയ്യാ എന്റെ ഈശ്വര. മോളെ, എന്തോ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്നേ? ഞാൻ കുറ്റമേറ്റെടുത്ത് അകത്ത് പോയി കിടന്നാ മതിയോ? എന്റെ മോനെ പുറത്തിറക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാനും തയ്യാറായിട്ടാ ഞാനിവിടെ ഇരിക്കുന്നത്. എന്റെ മക്കള് പറ, അച്ഛൻ എന്ത് ചെയ്യണ്ടേ? മക്കള് പറയുന്ന പോലെ അച്ഛൻ ചെയ്യാം. അച്ഛാ, വിഷ്ണുവേട്ടന് പകരം അച്ഛൻ പോയി ലോക്കപ്പിൽ കിടന്ന സത്യമയുടെ സങ്കടം മാറുമോ? ഒരാൾക്ക് പകരം മറ്റൊരാളായതുകൊണ്ട് കാര്യമില്ലല്ലോ.